കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മളെല്ലാവരും നിയമസഭാ ഇലക്ഷൻ കണ്ടത്. എല്ലാവരും വോട്ടിടുകയും വോട്ടിട്ട് തിരികെ എത്തുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ പല താരങ്ങളുടെ വാർത്തകളും പുറത്തു വരുമ്പോൾ നടൻ ദിലീപിൻ്റെ വാർത്ത കൂടി ചർച്ചയായിരുന്നു. ദിലീപും ദിലീപിൻ്റെ സഹോദരനും സഹോദരിയും കൂടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം വോട്ടിടാനായി എത്തിയത്. എന്നാൽ കാവ്യ എത്താത്തതിനെ തുടർന്ന് പലരും കാവ്യയെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാവ്യയ്ക്ക് നാട്ടിലാണ് വോട്ടുള്ളത്, ഇതുവരെ വോട്ടിൻ്റെ അഡ്രസ്സ് മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം എത്തിയതെന്ന് ദിലീപ് പറഞ്ഞു. എന്തെങ്കിലും മെസ്സേജ് ഈ ദിവസത്തെക്കുറിച്ച് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തമാശ രൂപേണ മെസ്സേജ് ഞാൻ അയച്ചിട്ടേക്കാം എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. എല്ലാ താരങ്ങളും വോട്ടിടണമെന്നും നമ്മുടെ അവകാശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ പങ്കുവച്ചിരുന്നു. അതാണ് മാധ്യമങ്ങൾ ഉദ്ദേശിച്ചതെങ്കിലും വളരെ തമാശ രൂപേണ പറഞ്ഞ് ദിലീപ് നടന്നു പോവുകയായിരുന്നു. ദിലീപിനത് വളരെയധികം സ്നേഹമാണ് എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. വളരെ രസകരമായി തന്നെ ദിലീപ് അതിനെ കണ്ടു. ആര് ജയിച്ചു വന്നാലും അവരെല്ലാവരും നന്നായി ഭരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹമുള്ളതെന്ന് ദിലീപ് പറഞ്ഞു. ആർക്കും എതിർപ്പ് പറഞ്ഞില്ല, ആരെയും ഇതിനെക്കുറിച്ച് സംസാരിച്ചുമില്ല. ദിലീപ് ഇതിനെക്കുറിച്ച് സംസാരിച്ച് തിരിച്ചു പറഞ്ഞു. ഇതാണ് എല്ലാവരും ഇപ്പോൾ വൈറലാക്കിയിരിക്കുന്നത്. വളരെ തമാശ രൂപേണ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് നല്ല സന്തോഷമാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്. ദിലീപിൻ്റെയും കാവ്യയുടെയും വാർത്തകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നാട്ടിൽ മകളില്ലാത്ത സമയമാണ്, അല്ലായിരുന്നുവെങ്കിൽ മകളൊപ്പം ഉണ്ടായിരുന്നതിനെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മകളെക്കുറിച്ച് മാധ്യമങ്ങളൊന്നും ചോദിച്ചില്ല. കാവ്യയെ പറ്റി മാത്രമാണ് ചോദിച്ചത്. മകൾ വിദേശത്താണെന്ന് മാധ്യമങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ദിലീപിനോട് ചോദിക്കാത്തതും. കാവ്യ എന്താണ് വരാത്തതെന്ന് മാത്രമാണ് പ്രേക്ഷകർ ചോദിച്ചത് എന്ന് പറയുന്നു. തമാശ രൂപേണ എല്ലാവരോടും സംസാരിച്ച് വോട്ട് ചെയ്ത് നടന്നു നീങ്ങുകയായിരുന്നു ദിലീപ് ചെയ്തത്. ദിലീപ് കാറിൽ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ എല്ലാവരും ദിലീപിന് പിന്നാലെ ഉണ്ടായിരുന്നു. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെയധികം കൃത്യമായി തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. എവിടെ പോയാലും ദിലീപ് ഇത്തരത്തിൽ തന്നെയാണ് എല്ലാ വാർത്തയെക്കുറിച്ചും പ്രതികരിച്ച് എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതിനോടൊപ്പം തന്നെ ആരാധകരെല്ലാവരും ഈ വാർത്തയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും ഇപ്പോൾ ദിലീപിനോടൊപ്പം തന്നെയാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല രീതിയിൽ പ്രതികരിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു പ്രതികരണം തന്നെയാണ് വേണ്ടത്. ദിലീപിൻ്റെ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ദിലീപിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത്. ഇത്തരത്തിൽ കുറേയധികം നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം കൂടി പ്രേക്ഷകർക്കുണ്ട് എന്നതുകൂടി അവർ തിരുത്തി പറയുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.